രാവിലെ തന്നെ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. ആ കൊച്ചു ചക്കുവിന് വരെ 10 മിനിറ്റ് കൊണ്ട് ഒരുക്കി റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഒരുത്തനെ കാണുന്നില്ല, ഒരുത്തനെ അവിടെ മുണ്ടെടുത്തോണ്ടിരിക്കുന്നത്. ഞാനത് ഈ മുതലിന്റെ കാര്യമാണ്. എല്ലാ കൂട്ടത്തിലും ഇങ്ങനെ എടുത്തും നമ്മൾ പകുതി വഴി ആയാലും 5 മിനിറ്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മന്ദിരത്തിലൊക്കെ കയറി തൊഴുതു. അടുത്തൊരു കാർത്തിയാനി ദേവി ക്ഷേത്രം ഉണ്ട്, അവിടോട്ട് പോകാം. മര്യാദയ്ക്ക് അവിടെ കൊന്നപ്പോ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു എല്ലാം കൂടെ നടന്നു പോകുന്നിട്ട് ഒരുമാതിരി ദുരിതാശ്വാസ ക്യാമ്പ് വിരിച്ചു വിട്ട പോലും. അങ്ങനെ 1 കിലോമീറ്ററോളം നടന്ന് നമ്മളാണെങ്കിൽ കുട്ടമ്പേരി കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഉത്സവം നടക്കുന്നുണ്ട്. അതൊന്നും നല്ല മാറ്റം ഉണ്ട്. എല്ലാവരും പൊതുവായ ഒരു കാര്യമാണ്. ഇലക്ഷൻ ആകാറാവുന്ന ടൈമിലല്ലേ റോഡ് നന്നാക്കുള്ളൂ. അവിടെ തൊഴുതിറങ്ങിയപ്പോഴേ നമ്മുടെ ചക്കുവിനാണെങ്കിൽ ഒരേ നിർബന്ധം നടക്കാൻ വയ്യ. തിരിച്ചു വരുന്ന വഴിക്ക് എണ്ണക്കാട്ടമ്പലത്തിലൊന്നും തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സോഡ മേടിച്ച് വിളിച്ചപ്പോഴത്തേനാണെങ്കിൽ ഒടുക്കത്തെ ഗ്യാസ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ഗ്യാസ്. ചക്കുവിന്റെ ഒക്കെ എക്സ്പ്രഷൻ കണ്ടില്ലേ, കുറിച്ച് കിളിയും കിളിക്കൂടും ഒക്കെ പാറി. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ അച്ഛൻ പറഞ്ഞ് ഇന്നലത്തെ ബാക്കി കുറച്ച് പുഴുക്കലരി കിട്ടാനുണ്ട്, അത് പോയി മേടിച്ചിട്ട് വരാം. അങ്ങനെ റേഷൻ കടയിൽ പോയി അരിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണെങ്കിൽ അമ്മയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി. ഇനി നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ കുറച്ച് പാല് തിളപ്പിച്ചിട്ടാണെങ്കിൽ ഓട്സ് കലക്കി കുടിക്കാം. ലെജൻസ് ഒക്കെ പാലല്ലെങ്കിൽ ചായയൊക്കെ തിളപ്പിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ പാല് തിളച്ചിട്ട് ആദ്യത്തെ തവണ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഓഫാക്കി പോകുന്നതിൽ ഒരു സുഖം. 2-3 തവണ ഗ്യാസ് കൂട്ടിയും കുറച്ചും ഇതും ഇങ്ങനെ പൊന്തിച്ചും താത്തിച്ചും കളിക്കണം, അതിലെ ഒരു സുഖം. ഇവിടെ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ വന്നിട്ട് കൈക്കണ്ടൊക്കെ അടിച്ചു. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് കുറച്ച് ഓട്സും എടുത്താണെങ്കിൽ അതിന്റെ അതിലോട്ട് പാൽ ഒഴിച്ച് കലക്കി ഒരു കൂടി ഒഴിച്ചപ്പോഴത്തേന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് പണ്ട് ഏതോ പാർക്കിംഗ് ലോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന സെക്യൂരിറ്റി ആയിട്ടാണ് തോന്നുന്നു. ആ ഊത്തൊക്കെ കണ്ടില്ലേ, കറക്റ്റ് സൈഡ് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഉണ്ട്. അമ്മമാർ ഗെയിമുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് മാങ്ങയൊക്കെ പറക്കിയിട്ട് വരാൻ പോകുന്ന വഴിക്ക് കുറച്ച് ചാമ്പയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ടാണെങ്കിൽ അതും കയറി പഴുത്ത മാങ്ങ കിട്ടുന്ന പറമ്പാണെങ്കിൽ ഇങ്ങനെ വേലിയൊക്കെ കെട്ടി തിരിച്ചേക്കുക. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കും. അവിടേക്ക് കയറാൻ വേണ്ടി താഴത്തെ മണ്ണൊക്കെ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഞൊഴിഞ്ഞ് കയറിയിട്ടൊക്കെ ആണെങ്കിലും അകത്തെങ്ങനെയും ഒക്കെ കയറി. ഞാൻ പറമ്പിലേക്ക് കയറി. ഇതാണ് ഞങ്ങൾ നേരത്തെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്ന പറമ്പ്. മര്യാദയ്ക്ക് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇവിടെ കപ്പ നടുന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. എന്നാലും മാങ്ങ അവർക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഇതൊക്കെ ട്രസ് പാസിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ആണെങ്കിൽ നമുക്ക് എന്തോന്ന് ട്രസ് പാസിംഗ്. ഈ ഒരു സാധനം ആദ്യമായിട്ട് കാണുന്ന ഒരു പാമ്പാന്ന് എഴുതി പേടിക്കാറുണ്ട്. പക്ഷേ ഇത് ഈ പനയെന്നോ മറ്റോ വീഴുന്ന ഒരു കാ പോലത്തെ ഒരു സാധനം. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ യക്ഷിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇതിനായിട്ട് അറിയത്തില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പറമ്പിലുള്ള ഒരു ഫാമാണ് ഇത്. ഈ പാസേജിൽ കൂടെ അപ്പുറത്ത് പോയാലും നമുക്കാണെങ്കിൽ മാവുള്ള സ്ഥലത്തേക്ക് എത്താൻ പറ്റും. വീണ്ടും ഒന്നും കൂടെ ഞൊഴിഞ്ഞ് കയറിയാലേ മാവുള്ള അടുത്ത് എത്താൻ ഒക്കും. ഇതാണ് ആ മാവ്. പണ്ടോട്ടെ നല്ല അടിപൊളി മാങ്ങ വരുന്ന മാവാണ്, പ്രത്യേകിച്ച് പഴുത്ത മാങ്ങ. ഇവിടെയൊക്കെ കിലോ കണക്കിന് മാങ്ങയാണ് ചുമ്മാ വീണ് പോകുന്നത്. ഇങ്ങനെ ഇത് കണ്ടില്ല, ഞങ്ങൾ എറിഞ്ഞതും ഒന്നുമല്ല, താഴെ വീണ് കിടന്ന പഴുത്ത മാങ്ങ മാത്രമാണ് ഞങ്ങൾ ഈ പറയുന്നത്. 5 മിനിറ്റ് കൊണ്ട് പറിക്കാണ്. അതെല്ലാം പയ്യെ കഴിച്ച് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് കളിക്കാനായിട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് വൈബ് എന്ന് പറയുന്നത്. ഏതെങ്കിലും അമ്മമാര് കണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ ഒരാളും കൂടെ കയറ്റി. അങ്ങനെയല്ല ആരെങ്കിലും പറയുന്നത് കേട്ടായിരുന്നെങ്കിൽ ഉമ്മാർ ആ ഹാൻഡിലും കൂടെ ഒരുത്തനെ കയറ്റിയിട്ട് ചവിട്ടി. ഫുട്ബോൾ കളിക്കാനായിട്ട് വേലി ശരിക്കും താന്നിട്ടില്ലായിരുന്നോണ്ട് ആദ്യമേ ചീട്ട് കളിച്ചു കുറച്ച്. അതിനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈക വിളിച്ചിട്ട് പറയുന്നത് അവളാണെങ്കിൽ കായംകുളത്ത് ഇപ്പോൾ അങ്ങോട്ടൊന്നും. അങ്ങനെ അവളെ അയച്ചത് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നേരെ അവളുടെ അടുക്കലോട്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ഥലപ്പേര് കാണുന്നത്. ഓണ വഴിക്ക് ഈ ഒരു മുതലിനെ കണ്ടപ്പോ എന്തായാലും വീഡിയോ എടുക്കാണ്ട് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ തേടിയ വള്ളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഡൽഹിയിലെ നേഴ്സിംഗിന് ഫസ്റ്റ് ഇയർ പഠിക്കുക. രണ്ടുപേരും ഫ്രീ ഫയർ കളിക്കുന്നവരാണ്. ഫ്രീ ഫയറിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് 5 വർഷം മുന്നേ കിട്ടിയാണ് ഈ മരണത്തിന്റെ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറെ നേരം നെട്ടിത്തിരിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവളെ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ അപ്പുറത്ത് ഉണ്ണിയുടെ വീട്ടിലാണെങ്കിൽ മുളകൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് കയറി കിടന്നുറങ്ങി. ഓക്കെ ബൈ, ബാക്കി നാളെ.